നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ദുർഭരണത്തിന് ചങ്ങല പൂട്ടിടും. ഒന്നും അവസാനിച്ചിട്ടില്ല, തുടങ്ങിയിട്ടേയുള്ളൂ. പിണറായി വിജയന്റെ കരണം പുകച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ച് അങ്ങ് കേന്ദ്രമന്ത്രിയായതോടെ താൻ നിർത്തിയിട്ടില്ല. കേരളത്തിൽ പലതിനും തീർപ്പ് കൽപ്പിക്കാനുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു വയ്ക്കുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പായിരിക്കണം ഇനിയുള്ള 2 വർഷവും നടത്തേണ്ടത്. ജനങ്ങൾ നമ്മളെ ഭരണം ഏൽപ്പിക്കുന്നതിലേക്ക് എത്തിക്കുന്ന രീതിയിൽ സ്ഥാനാർത്ഥികളെ പരുവപ്പെടുത്തണം. സുരേഷ് ഗോപി ഏറെ മുൻകരുതലോടെയും മുൻകൂട്ടിയുമാണ് ഇപ്പോൾ ചില പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ BJPയുടെ മുഖം സുരേഷ് ഗോപിയുടേത് തന്നെയാണെന്ന് ഉറപ്പായി കഴിഞ്ഞു. വിജയിച്ചതോടുകൂടി താനങ്ങ് കേന്ദ്രത്തിൽ അടയിരിക്കുമെന്ന് ആരും കരുതണ്ട എന്നാണ് മുന്നറിയിപ്പ്. അടുത്ത തെരഞ്ഞെടുപ്പിനേക്കുള്ള തയ്യാറെടുപ്പിലാണ് താനെന്നും അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്നും വ്യക്തമാക്കുകയാണ്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതോടെ ഉറക്കമില്ലാത്തത് പിണറായിക്കും CPMനുമാണ്. കാരണം കരുവന്നൂരിൽ കേന്ദ്രം എന്തോ കണക്ക് കൂട്ടുന്നുണ്ട്. സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിയാണ് കരുവന്നൂരിൽ കേന്ദ്രം കളിയിറക്കാൻ പോകുന്നത്. അത് സുരേഷ് ഗോപിയുടെ മൈലേജ് കൂട്ടാൻ വേണ്ടിയാണ്. കരുവന്നൂരിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് CPMനെ പൊള്ളിക്കുന്നു. വാടാനപ്പള്ളി ഏങ്ങണ്ടിയൂരിൽ BJP സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിൽ സംസാരിച്ച സുരേഷ് ഗോപി ചില കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞിരുന്നു. അദ്ദേഹം ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞ് നാവ് വായിലേക്കിട്ടില്ല. അതും വളച്ചൊടിച്ച് CPM സൈബർ കൂട്ടം ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ജയിപ്പിച്ചു വിട്ട തൃശൂരുകാർ അനുഭവിച്ചോ ചെമ്പ് ഗോപി പണി തുടങ്ങിയെന്നാണ് CPM സൈബർ ഗ്രൂപ്പിന്റെ ക്യാപ്സൂള്. സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങളിലെ ചിലത് മാത്രം ചുരണ്ടിയെടുത്താണ് സൈബർ ഗ്രൂപ്പ് ഇപ്പോൾ ക്യാപ്സൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഉദ്ഘാടനത്തിന് വിളിക്കുന്നവർ MP-യെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് കരുതണ്ട എന്നും സിനിമാ നടനായാണ് ഉദ്ഘാടനം ചെയ്യാൻ എത്തുക, അതിനുള്ള പണം വാങ്ങിയേ പോകൂ എന്ന പ്രസ്താവന മാത്രം ചുരണ്ടിയെടുത്താണ് ബാക്കി അങ്ങ് മുക്കിയും CPM സൈബർ ഗ്രൂപ്പ് ആക്രമണം നടത്തുന്നത്. ജയിക്കാൻ വേണ്ടി ആരുടെ കാലും പിടിച്ചു നടന്ന ചെമ്പ് ഗോപി ജയിച്ചു കഴിഞ്ഞപ്പോൾ തനിക്കൊണം കാണിച്ചെന്നാണ് CPMന്റെ രോദനം. എന്നാൽ ശരിക്കും സുരേഷ് ഗോപി പറഞ്ഞത് ഇങ്ങനെയാണ്: ഉദ്ഘാടനത്തിന് വിളിക്കുന്നവർ MP-യെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് കരുതണ്ട എന്നും സിനിമാ നടനായാണ് ഉദ്ഘാടനം ചെയ്യാൻ എത്തുകയെന്നും സുരേഷ് ഗോപി പറഞ്ഞത്. അതിനുള്ള പണം വാങ്ങിയേ പോകൂ എന്നും ഇങ്ങനെ ലഭിക്കുന്ന പണം സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുമെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഒരു പൊതുപരിപാടിയിൽ സംസാരിച്ചപ്പോഴായിരുന്നു അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. താൻ ഇനിയും സിനിമ ചെയ്യും, അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന്റെ 5 മുതൽ 8% വരെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന തരത്തിൽ ചെലവഴിക്കും. വ്യക്തികൾക്കായിരിക്കില്ല ഇനി താൻ ഈ പണം നൽകുക. കണക്കുകൾ നൽകേണ്ടതുകൊണ്ട് 5 മുതൽ 8% വരെ തുക ശമ്പളത്തിൽ നിന്ന് നൽകാനേ കഴിയൂ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഏതെങ്കിലും ഉദ്ഘാടനത്തിന് MP-യെ കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട. അവിടെ സിനിമാ നടനായി മാത്രമേ വരികയുള്ളൂ. അതിന് എന്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ യോഗ്യമായ ശമ്പളം വാങ്ങിയേ പോകൂ. ആ കാശിൽ നിന്ന് നയാ പൈസ ഞാൻ എടുക്കില്ല. അതെന്റെ ട്രസ്റ്റിലേക്ക് പോകും, സുരേഷ് ഗോപി പറഞ്ഞു. ആ രീതിയിലൊക്കെയാണ് ഇനി തനിക്കെതിരെ ആക്രമണം വരാൻ പോകുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. എന്തായാലും സുരേഷ് ഗോപി തന്നെ മുൻകൂട്ടി പറഞ്ഞിരുന്നു ഇനി തനിക്ക് നേരെ ഇതിന്റെ പേരിലായിരിക്കും ആക്രമണം ഉണ്ടാകാൻ പോകുന്നതെന്ന്. ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. സുരേഷ് ഗോപി പറഞ്ഞു വെച്ചത് ഇതൊക്കെയാണ്: താൻ സിനിമയിൽ അഭിനയിക്കും, ആ പണവും തന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അതായത് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. MP ആയിട്ടല്ല, സിനിമാ നടനായിട്ട് തന്നെ ഉദ്ഘാടനങ്ങളിലേക്ക് പോകും, ആ പണവും ജനനന്മയ്ക്കായി ഉപയോഗിക്കുമെന്നാണ്. അല്ലാതെ തന്റെ വീട്ടിൽ കൊണ്ടുപോകും എന്നൊന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല. എന്നാൽ അതിനെ ഉൾട്ടയാക്കി വളച്ചൊടിച്ച് അങ്ങ് സുരേഷ് ഗോപി പണി തുടങ്ങി തനിക്കൊണം കാണിച്ചു എന്നുള്ള രീതിയിൽ CPM സൈബർ ഗ്രൂപ്പുകൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയുടെ മൈലേജ് ഒന്ന് ഇടിച്ച് താഴ്ത്തണം. അതിനു വേണ്ടിയിട്ട് അടയിരുന്ന് ഓരോന്ന് കണ്ടെത്താൻ നോക്കുകയാണ് CPMകാർ.